ഹലോ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയത് മുതൽ കൃഷിയൊക്കെ ചെയ്തിട്ട് വീട്ടിലിങ്ങനെ പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള വിത്ത് കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് വിത്തുകളുണ്ട്. അപ്പം നമുക്ക് ഓരോ പാക്കറ്റായിട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിലയാകും. പക്ഷേ ചിലതൊക്കെ കോംബോ ഓഫറുണ്ട്. നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകളാണ്. അതുപോലെ തന്നെ ഒരു പാക്കറ്റിനുള്ളിൽ പല വെറൈറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വിത്തിൻ്റെ പാക്കറ്റാണ് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കാണുക. നിങ്ങൾ എല്ലാ തരത്തിലുള്ള വിത്തുകളുണ്ട് കേട്ടോ. ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ എന്താ കോൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ കുറേ വിത്തുകളുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും അറിയില്ലാത്ത വിത്തുകളൊക്കെയാണ്. എന്നാലും ചെറിയ വീടുകളും സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മേടിച്ച പാക്കറ്റ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഏത് സീഡാണ് മേടിച്ചതെന്ന് പറഞ്ഞുതരാം. ആമസോണിൽ പഞ്ചാബ് ഓർഗാനിക് സീഡ് എന്ന് പറഞ്ഞിട്ടാണ് അത് കാണിക്കുന്നത്. 53 വെറൈറ്റി സീഡ് എന്നാണ് അതിൽ അവർ പറയുന്നത്. ഏകദേശം അത്രയും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പറയുന്ന ഒന്നും ഇല്ലാതിരുന്നില്ല, എല്ലാം ഉണ്ടായിരുന്നു. 330 രൂപയാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലേ. മിക്കവരും തന്നെ മേടിക്കാറുണ്ട് ഓരോരോ സാധനങ്ങൾ. അപ്പോൾ സീഡ് ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയാലും കിട്ടും കേട്ടോ. ഇതേ കമ്പനിയുടെ തന്നെ ആയിരിക്കും ഫ്ലിപ്കാർട്ടിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൗകര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. പിന്നെ എൻ്റെ പിള്ളേരും കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. സീഡൊക്കെ അവരും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചു. പക്ഷേ അവരെന്തോ ചോക്ലേറ്റ് പൊതി കണ്ട പോലെയാണ്, രണ്ടുപേരും കൂടി പിടിവലിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ തുറക്കുമ്പോൾ അതിൽ ബാൽസം റോസ് എന്ന് പറഞ്ഞിട്ട് അവരത് ഫ്രീ ആയിട്ടാണ് തന്നേക്കണത്. ഒരു ഫ്ലവറിൻ്റെ വിത്താണ്. ഏകദേശം ഒരു നമ്മുടെ 4 മണിപ്പൂവില്ലേ, 4 മണിപ്പൂവിൻ്റെ വിത്ത് പോലത്തെ ഒരു ഇതായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ എത്ര മുളപ്പിച്ചിട്ടും അത് മുളച്ചില്ലായിരുന്നു. ആ 8 സീഡ് ഉണ്ടായിരുന്നു തോന്നുന്നു. 8 സീഡ് ഞാൻ മുളപ്പിച്ചിട്ട് അത് മാത്രം മുളച്ചില്ല. പിന്നെ അതിൻ്റെ കൂടുതലുള്ള ഫ്ലവറിൻ്റെ സീഡ് ഞാൻ ഇതുവരെയായിട്ടും വേറൊരു ഫ്ലവറും കൂടി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അത് ഞാൻ ഇതുവരെ മുളപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 1 മാസത്തിന് മുമ്പാണ് ഈ സാധനം വന്നത്. ഞാൻ കുറച്ച് വിത്തുകളൊക്കെ മുളപ്പിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം എടുത്ത വിത്തിൻ്റെ പാക്കറ്റ് റാഡിഷ് റെഡാണ്. പിന്നെ നമ്മുടെ ഉലുവച്ചെടി എന്തിനാണ് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. ഉലുവയുടെ വിത്ത് കഴിഞ്ഞാൽ പിന്നെ വന്നത് നമ്മുടെ ഉണ്ടപ്പൂവില്ലേ, അതിൻ്റെ ഉള്ളിൽ എല്ലാ വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളപ്പൂവും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രീൻ പീസിൻ്റെ വിത്താണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഗ്രീൻ പീസ് നല്ല ഉണ്ടയായിട്ടിരിക്കും. ഇതിലെല്ലാം ഇങ്ങനെ പരന്ന് ആകെ ചളങ്ങി കൂടിയ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ സീഡ് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണമുണ്ട്. അതായത് എനിക്ക് കുറച്ച് വിത്ത് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. ഒന്നാമത്തേത് ബോട്ടിൽ ഗാർഡ് റൗണ്ട്. ഇവിടെ ചൊരക്കയാണ്. എൻ്റെ അടുത്ത് പണ്ടൊരു ചൊരക്കച്ചെടി ഉണ്ടായിരുന്നു. പടന്ന് മുകളിൽ കയറിയിട്ട് നന്നായിട്ട് ചൊരക്കയുണ്ടായി. അപ്പോൾ ചെമ്മീനിട്ട് തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ്. അവരിങ്ങനെ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്ന ആ സെക്ഷനിൽ ഈ ഉണ്ട ചൊര ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചാബ് സീഡ്സിൻ്റെ ആ സംഭവം എടുത്തത് കേട്ടോ. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ റെഡും യെല്ലോവും ഉണ്ട്. അതുപോലെ തന്നെ പപ്പായ ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്. ഇനി എനിക്കറിയാൻ പാടില്ലാത്തൊരു സംഭവം ടിൻഡ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടിൻഡ ഞാൻ നെറ്റിലൊക്കെ നോക്കിയായിരുന്നു. ഒരു ചെറിയ തരം വഴുതനങ്ങയല്ല, ചെറിയൊരു മത്തങ്ങ പോലത്തെ എന്തോ സംഭവമാണ് ടിൻഡ എന്ന് പറഞ്ഞാൽ. അതിന് മുളച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം, മുളക്കുകയാണെങ്കിൽ. പിന്നെ വളരെ അത്ഭുതം തോന്നിയൊരു കാര്യം സവാളയുടെ വിത്താണ്. ഞാനിതുവരെ സവാളയുടെ വിത്ത് കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ പിള്ളേരും കണ്ടിട്ടില്ല. സവാളയുടെ വിത്ത് ഉണ്ടായിരുന്നു, കുറച്ച് നട്ട് നോക്കണം. പിന്നെ മല്ലി നമ്മുടെ കടകളിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാത്തൊരു സംഭവം. നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ മുളക്കാത്തൊരു കാര്യമാണ് മല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ചെറുതായിട്ട് തിളപ്പിച്ചിട്ടൊക്കെയാണ് മല്ലി ഉണക്കണമെന്ന് തോന്നുന്നത്. നമ്മൾ എത്ര ഇതാക്കിയാലും മല്ലി പിടിക്കാറില്ല. പിന്നെ ക്യാരറ്റിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു. ക്യാരറ്റിൻ്റെ വിത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം ജീരകം പോലെ ഇരിക്കണമായിരുന്നു. 2 തരത്തിലുണ്ടായിരുന്നു. ഊട്ടി ക്യാരറ്റും ഉണ്ടായിരുന്നു, റെഡ് ക്യാരറ്റും ഉണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റിൻ്റെ വിത്ത് ഞാൻ മുളപ്പിച്ചായിരുന്നു കേട്ടോ. 2 വിത്തും മുളച്ചിട്ടുണ്ട്. ഏത് ക്യാരറ്റാണെന്നൊന്നും അറിയില്ല.
2 ചെടി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഒരെണ്ണം നല്ല ആരോഗ്യമുള്ളതാണ്, ഒരെണ്ണം അത്ര ആരോഗ്യമൊന്നുമില്ല. ക്യാരറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ വെളുത്തുള്ളി, സവാളയുടെ വിത്തിനേക്കാളും ചെറിയ വ്യത്യാസങ്ങളുണ്ട് വെളുത്തുള്ളിയുടെ വിത്തിന്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ വിചാരിച്ചിരുന്നത് വെളുത്തുള്ളിയുടെ അല്ലിയായിട്ട് നടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിപ്പം വെളുത്തുള്ളിക്ക് വിത്തുണ്ടെന്ന് അറിഞ്ഞത് ആദ്യമായിട്ടാണ്. പിന്നെ ബ്രിഞ്ചാൾ ബ്ലാക്ക് കളറ്, നമ്മൾ ആ വഴുതനങ്ങയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റും. അപ്പോൾ അത്രയും ബ്ലാക്കാണ്. നമ്മളെ കാണാൻ പറ്റും, കണ്ണാടി കാണുന്ന പോലെയല്ല, നമ്മുടെ നിഴൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയും ബ്ലാക്കായിട്ടുള്ളൊരു ബ്രിഞ്ചാളാണ്. ഇവിടെ സാമ്പാറിലിടുന്ന പയറില്ലേ, സാമ്പാർ ഇങ്ങനെ ചെറുതായിട്ട് ഒരു കയ്പ്പ് രസമൊക്കെ ഉള്ളത്, ഷുഗറുകാർക്ക് നല്ലതെന്നും പറഞ്ഞിട്ട് കുറേ പേര് അതൊക്കെ മേടിച്ച് കഴിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ബ്രൊക്കോളി, പിന്നെ ഫ്രഞ്ച് ബീൻസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മുളപ്പിച്ചിട്ട് കായ ഉണ്ടായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ കക്കിരി മുളച്ചിട്ടുണ്ട് ഇവിടെ. കക്കിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മുള്ളുള്ള വെള്ളരിക്കായില്ലേ, അത് കക്കിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുളച്ചിട്ടുണ്ട്. സാലഡ് വെള്ളരി പോലെ തന്നെ ഇരിക്കും, പക്ഷെ മുള്ളുണ്ടാവും. പിന്നെ എനിക്ക് പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിയൊരു സംഭവമുണ്ട് അതിൽ യാർഡ് ബീൻസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ വള്ളിപ്പയറിനാണ് യാർഡ് ബീൻസ് എന്ന് പറയുന്നത്. പക്ഷേ വള്ളിപ്പയറിൻ്റെ വിത്തല്ലായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്തോ നമ്മുടെ ബാൽസത്തിൻ്റെ വിത്തില്ലേ, വാൽസ്യം എന്ന് പറയുന്ന സംഭവം, അതിൻ്റെ വിത്ത് പോലെ ഇരുന്ന വിത്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ചിലപ്പോൾ അവർക്ക് മാറിപ്പോയതായിരിക്കാം, ഒരുപാട് വിത്തുള്ളതല്ലേ. എന്തായാലും അതെന്നെ പറ്റിച്ചതായിരുന്നു. പിന്നെ നമ്മുടെ വെണ്ടക്കായ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യാബേജ് ഗ്രീനും ക്യാബേജ് റെഡും. പിന്നെ നമ്മുടെ പീച്ചിങ്ങ ഉണ്ടായിരുന്നത്, പീച്ചിങ്ങ നല്ല പീച്ചിങ്ങ അല്ലായിരുന്നു കേട്ടോ. ഈ കമ്പിയിലൊക്കെ പടന്ന് കയറുന്ന ഒരു പീച്ചിങ്ങ ഇല്ല, അതുകൊണ്ട് പോസ്റ്റിലൊക്കെ കയറുന്ന ഒരു സാധനം, അത് ശരിക്കും കറി വയ്ക്കുമെന്ന് എനിക്കറിയില്ല. അതിങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ചകിരി പോലത്തെ സംഭവം എടുത്തിട്ട് മേല് തേക്കാറുണ്ട്. ആ പീച്ചിങ്ങ ശരിക്കും എനിക്ക് ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പാറും കാണിച്ചത് തന്നെ പിന്നെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടൊമാറ്റോൻ്റെ വിത്തുണ്ട്. അപ്പോൾ ടൊമാറ്റോ ഇപ്പോഴൊന്നും അല്ല വിത്ത് മുളപ്പിക്കേണ്ടത്, ഏകദേശം ഒരു മഞ്ഞ സമയത്തൊക്കെ ആകുമ്പോഴേക്കും ടൊമാറ്റോ നട്ടാൽ തക്കാളി നമുക്ക് ആവശ്യത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്തൊന്നും ആരും തക്കാളി നടാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ നോൽ എന്നാണ് എഴുതിയേക്കണം. ഞാൻ ആദ്യം കോൽ എന്ന് പറഞ്ഞാൽ വായിച്ച കേട്ടോ. ഇതെന്താ സംഭവമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മത്തങ്ങ നട്ടിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. 2 മത്തങ്ങക്കുരുവാണ് ഞാൻ നട്ടത്. അപ്പോൾ അത് ഇപ്പോൾ പൂവിട്ട് കായായി, അത് കുറച്ചേ വളർന്നുള്ളൂ, അതിന് ഇപ്പോൾ തന്നെ കായിട്ടിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കൊണ്ടുപോകണം ഇനി. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വിത്ത്, അപ്പോൾ ഇപ്പോൾ ഇത്രയും കാണിച്ചത് ഞാൻ വിത്തൊക്കെയാണ്. ഈ കിടക്കുന്നതാണ് ഇതിൻ്റെ എല്ലാ വിത്തുകളും. നമുക്ക് ലാഭമായിട്ടാണ് തോന്നിയത്. ഇതുകൂടാണ്ട് തന്നെ ഒരു ഉദ്ദേശമുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ, എന്തൊക്കെ വിത്ത്, ഉള്ളിയുടെ വിത്തൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ പാറുവിനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഞാനത് ഞാൻ നട്ടിട്ട് മുളച്ചിട്ടുള്ള തൈകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ടെറസിൻ്റെ മുകളിൽ കാണിച്ചു തരാം. ആദ്യം തന്നെ എൻ്റെ മത്തങ്ങ കാണിച്ചു തരാം. എൻ്റെ മത്തങ്ങ നല്ല സുന്ദരിയായിട്ടുള്ള മത്തങ്ങയാണ്, നല്ല പൂട്ട് നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ അധികം വളർന്നിട്ട് പോലും ഇല്ല, നല്ല ആരോഗ്യത്തോടെയുള്ള മത്തങ്ങ തൈയാണ്. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ആരോഗ്യത്തോടെയുള്ള ഇതായിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് സ്യൂഡോമോണസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ വെറുതെ മണ്ണിൽ കുഴിച്ച് വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും നന്നായിട്ട് മുളച്ചു. ഇപ്പോൾ ദേ ഒരു കായ് ഇട്ടിട്ടുണ്ട് അതിൽ. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീൻസാണ്. ബീൻസ് ഞാൻ നട്ടിട്ട് കുറ്റി ബീൻസ് ഉണ്ടായിട്ടുണ്ട് പണ്ട്. കുറേ കിറ്റിൽ ഞാൻ കുറ്റി ബീൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കുക, അല്ലാണ്ട് കായ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എല്ലാം കൂടി കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വള്ളി ബീൻസ് ഈ കൂട്ടത്തിൽ ഈ പാക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ വള്ളി ബീൻസ് നട്ടിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആരോഗ്യമില്ല. ഞാനിങ്ങനെ ഒരുപാട് വളമൊന്നും, നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാ വളങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ചാണകത്തിൽ മാത്രമാണ് കൂട്ടി കുഴച്ചിട്ടൊക്കെ ഇട്ടത്. അപ്പോൾ കുഞ്ഞു ബീൻസാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കേട്ടോ. 2 വിത്തൊക്കെ അതിലുള്ളൂ, ഞാൻ കാണിച്ചു തരാം. ഇത് ക്യാരറ്റാണ് കേട്ടോ. അതിൽ ഏത് ക്യാരറ്റാണ് മുളച്ചതെന്ന് അറിയില്ല. ഊട്ടി ക്യാരറ്റാണോ യെല്ലോ കളർ ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വിത്തും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ക്യാരറ്റാണ് മുളച്ചതെന്ന് അറിയില്ല.
അപ്പോൾ എവിടെ നട്ടാലാണ് മുളക്കുന്നൊന്നും നമുക്കറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഒരു കിറ്റിൽ മുകളിലും നട്ടു, ഒരു കിറ്റിൽ താഴെ നട്ടിട്ടുണ്ട്. അപ്പോൾ താഴെ ഒരെണ്ണം മുളച്ചിരിക്കുന്നുണ്ട്, മുകളിൽ ഒരെണ്ണം മുളച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിൽ കൃഷി ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം. ഇത്രയും കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഞാൻ നേരത്തെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ തീരാറായി. നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ മണ്ണ് വലിച്ച് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോകണ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാനത് കാരണം അവശതയായി. ഇത്രയും കിറ്റ്, അതായത് ഒരു 10-35 കിറ്റോളം ഉണ്ടായിരുന്നു, ഞാൻ വലിച്ച് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ദിവസം വീട്ടിലൊക്കെ പോയി നിന്നപ്പോഴേക്കും വെണ്ടക്ക മിക്കതും മൂത്തൊക്കെ പോയായിരുന്നു. അപ്പോൾ എനിക്ക് ടെറസിൻ്റെ മുകളിൽ കുറച്ച് കോവൽ ചെടിയുണ്ട്. ആ കോവൽ ചെടിയിലേക്ക് ഞാനൊരു പരത്തിയുടെ കൊമ്പൊക്കെ കൂടി ചാഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആണ് മുകളിൽ നിൽക്കുന്നത്. പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിൽ തന്നെയാണ് ബീൻസ് നിൽക്കുന്നത്. പിന്നെ അതിലുള്ള 2-3 പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് ഞാൻ നട്ടുള്ളൂ. അപ്പോൾ അത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെള്ളരിക്ക എന്നല്ല ഇതിനെ പറയണത്, കക്കിരി എന്നാണ്. 2 ചെടിയാണ് നട്ടത്. ഏകദേശം 2 ചെടി തന്നെ മുളച്ച് വരികയും ചെയ്തു. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഇനി വളം കിട്ടണനുസരിച്ച് മേടിച്ച് ഒന്നിട്ട് നന്നാക്കി എടുക്കണം. എങ്കിലേ വലിയ വെള്ളരിക്ക ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറച്ച് വളം കൂടി ഇടാനുണ്ട്. പിന്നെ ഇത് പാവക്ക ചെടിയാണ്. ഒരു 4 പാവക്കാണ് നട്ടിരിക്കുന്നത്. ഇനി കാണുന്നത് ആ താഴെ നട്ടെന്ന് പറഞ്ഞ ക്യാരറ്റാണ് കേട്ടോ. നീ ഏതെങ്കിലും കാണിച്ചു തരാൻ വിട്ടുപോയോന്ന് എനിക്കറിയില്ല. എന്തായാലും എല്ലാം നല്ല ആരോഗ്യത്തോടെ ഇരിപ്പുണ്ട്. പിന്നെ ബീട്രൂട്ട് ചെടി മാത്രമാണ് നന്നായിട്ട് വരാഞ്ഞത്. ബീട്രൂട്ട് ചെടി ഒരു 4-5 എണ്ണം മുളച്ചായിരുന്നു. അതിൽ മിക്കതും ഇങ്ങനെ വളർന്ന് വരുമ്പോൾ ഇവിടെ ഒരു കറുത്ത കളറിലെ കട്ടുറുമ്പുണ്ട്. അപ്പോൾ ഈ കട്ടുറുമ്പ് സംഭവം അതിൻ്റെ ഇലയും ഇതൊക്കെ പറിച്ചുകൊണ്ട് പോയി കളയും. ബീട്രൂട്ട് ചെടി അങ്ങനെ തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് മാറ്റണമെന്ന് വിചാരിക്കണം. കണ്ടോ, ആകെ പരിതാപകരമാണ് അതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ എന്തായാലും നിങ്ങൾ വിത്ത് മേടിച്ച് കഴിഞ്ഞാൽ എല്ലാം മുളക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടാറ്റാ.